കോടീശ്വരന്മാരിൽ ഒരാളായ യൂസഫ് അലി, അതായത് എം.എ. യൂസഫ് അലിയെ കേരളത്തിലെ ആളുകൾക്കെല്ലാവർക്കും അറിയാം. അറിയാത്തവർക്കായി അറിയാനും അറിയുന്നവർക്ക് ഒന്നുകൂടി അറിയാനുമാണ് ഈ വീഡിയോ. കേരളത്തിലെ ആളുകൾക്ക് അഭിമാനിക്കാൻ പറ്റിയ ഒരു മഹാവ്യക്തിയാണ് എം.എ. യൂസഫ് അലി. മുസാലിയം വീട്ടിൽ അബ്ദുൽ ഖാദർ എന്ന യൂസഫ് അലി UAE അടിസ്ഥാനമായുള്ള ഇന്ത്യൻ ശതകോടീശ്വരനും വ്യവസായിയും പത്മശ്രീ അവാർഡ് ജേതാവുമാണ് യൂസഫ് അലി. ലോകമെമ്പാടുമുള്ള ലുലു ഹൈപ്പർ മാർക്കറ്റ് ശൃംഖലയും ലുലു ഇന്റർനാഷണൽ ഷോപ്പിംഗ് മാളും സ്വന്തമാക്കിയിട്ടുള്ള ലുലു ഗ്രൂപ്പ് ഇന്റർനാഷണലിൻ്റെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമാണ്. ആഗോളതലത്തിൽ $7.4 ബില്യൺ വാർഷിക വിറ്റുവരുമാനമുള്ള ലുലു ഗ്രൂപ്പ് ഇന്റർനാഷണൽ ഇന്ത്യക്ക് പുറത്ത് ഏറ്റവും കൂടുതൽ ഇന്ത്യക്കാരെ നിയമിക്കുന്നു. അതായത് 40,000 ഇന്ത്യക്കാർ, അതിൽ 25,000 പേർ മലയാളികളും. ഫോബ്സിൻ്റെ കണക്ക് പ്രകാരം യൂസഫ് അലി 21ാമത്തെ സമ്പന്നനായ ഇന്ത്യക്കാരനും 2018 കണക്കനുസരിച്ച് ലോകത്തെ 270ാമത്തെ സമ്പന്നനുമാണ്. $5.2 ബില്യൺ വ്യക്തിഗത സമ്പത്തും നേടി. ഫോബ്സ് മിഡിൽ ഈസ്റ്റിൻ്റെ അഭിപ്രായത്തിൽ അറബ് ലോകത്തെ മികച്ച 100 ഇന്ത്യൻ ബിസിനസ് ഉടമകളിൽ യൂസഫ് അലി 1ാം സ്ഥാനത്തെത്തി. മുസാലിയം വീട്ടിൽ അബ്ദുൽ ഖാദർ യൂസഫ് അലിയായത് ഇങ്ങനെ: 1955 നവംബർ 15 തൃശ്ശൂർ ജില്ലയിലാണ് യൂസഫ് അലി ജനിച്ചത്. നാട്ടികയിൽ നിന്ന് സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ അദ്ദേഹം ബിസിനസ് മാനേജ്മെൻറ്റ്, അഡ്മിനിസ്ട്രേഷൻ എന്നിവയിൽ ഡിപ്ലോമ ചെയ്തു. പഠനത്തിന് ശേഷം 1973 ഡിസംബർ 31 ദുംറ എന്ന ഷിപ്പിൽ അബുദാബിയിൽ അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ സഹോദരനായ ലുലു ഗ്രൂപ്പിൻ്റെ സ്ഥാപകനും ചെയർമാനുമായ അബ്ദുള്ള സാഹിബ്, അദ്ദേഹത്തിന് ഒരു ജനറൽ സ്റ്റോർ ഉണ്ടായിരുന്നു. അവിടെ യൂസഫ് അലി ജോയിൻ ചെയ്തു, ബിസിനസ് പഠിച്ചു. അങ്ങനെ ആ ചെറിയ ജനറൽ സ്റ്റോർ എങ്ങനെ ഡെവലപ്പ് ചെയ്യാമെന്ന് ചിന്തിച്ചു. അവർ കച്ചവടം ചെയ്യുന്ന സാധനങ്ങൾ ഇമ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. പിന്നെ സൂപ്പർ മാർക്കറ്റുകൾ തുടങ്ങി. പിന്നീട് വലിയ സൂപ്പർ മാർക്കറ്റുകൾ തുടങ്ങി. പിന്നെ അതിൻ്റെ കൂടെ ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോറുകൾ തുടങ്ങി. പിന്നീട് അത് രണ്ടും ഒരുമിച്ച് തുടങ്ങുകയും ചെയ്തു. ഹൈപ്പർ മാർക്കറ്റുകൾ, ഷോപ്പിംഗ് മാളുകൾ, അങ്ങനെ ലുലു ഗ്രൂപ്പ് വലുതാവുകയായിരുന്നു. ലുലു ഗ്രൂപ്പിൻ്റെ ഇറക്കുമതി മൊത്ത വിതരണം വികസിപ്പിച്ച അദ്ദേഹം ലുലു ഹൈപ്പർ മാർക്കറ്റ് ആരംഭിച്ചുകൊണ്ട് സൂപ്പർ മാർക്കറ്റ് ബിസിനസ്സിലേക്ക് കടന്നു. പരമ്പരാഗത പലചരക്ക് സാധനങ്ങളും സൂപ്പർ മാർക്കറ്റുകളും വലിയ അയൽപ്പക്ക സ്റ്റോറുകളും ഹൈപ്പർ മാർക്കറ്റുകൾക്കും ഇടം നൽകിയ UAEയിൽ റീറ്റെയിൽ മേഖലയിൽ വലിയ മാറ്റമുണ്ടായ 1990കളിലാണ് അദ്ദേഹം തൻ്റെ ആദ്യത്തെ ലുലു ഹൈപ്പർ മാർക്കറ്റ് ആരംഭിച്ചത്. 1995 ഭൂഖണ്ഡത്തിൻ്റെ പ്രവേശനം ദുബായിലെ റീറ്റെയിൽ ബിസിനസ്സിൻ്റെ മുഖച്ഛായ മാറ്റിയപ്പോൾ ലുലു ഹൈപ്പർ മാർക്കറ്റ് പുറത്തിറക്കി യൂസഫ് അലി അബുദാബിയിൽ റീറ്റെയിൽ മേഖലയുടെ ചുമതല ഏറ്റെടുക്കുകയായിരുന്നു. ഇന്ത്യയിലും ഗൾഫിലെ അറബ് രാജ്യങ്ങളിലും നിരവധി സാമൂഹിക ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ യൂസഫ് അലി വളരെ അടുത്ത് ഇടപഴകുന്നു. ലോകമെമ്പാടുമുള്ള വിവിധ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ഗ്ലോബൽ CSR നയത്തിൻ്റെ ഭാഗമായി ലുലു ഗ്രൂപ്പ് ദുബായ് കയ്യറുമായി കൈകോർക്കുകയും ഗാസയിലെ നേപ്പാളിലെയും സ്കൂളുകൾ സ്വീകരിച്ചു. 8.3 ഏക്കറിലായി വ്യാപിച്ചു കിടക്കുന്ന ഷാർജയിൽ ഇന്ത്യൻ സമൂഹത്തിനായി ഒരു മൾട്ടി വിശ്വാസ ശവസംസ്കാര കേന്ദ്രം ആരംഭിക്കാൻ യൂസഫ് അലി സംഭാവന നൽകി. ലുലു ഹൈപ്പർ മാർക്കറ്റുകൾ വഴി UAEയിലെ പ്രത്യേക ആവശ്യങ്ങൾ വളർത്തിയ ജൈവ ഉൽപ്പന്നങ്ങൾ വിൽക്കാനും പ്രോത്സാഹിപ്പിക്കാനും അദ്ദേഹം മുൻകൈയെടുത്തു. ഗുജറാത്ത് ഭൂകമ്പം, ഏഷ്യയിലെ സുനാമി റിലീഫ് ഫണ്ട്, ടൈഫോൺ, മറ്റ് ഭാഗങ്ങളിൽ വെള്ളപ്പൊക്കം എന്നിവയ്ക്കായി യൂസഫ് അലി സംഭാവന നൽകി. 2018 ഓഗസ്റ്റിൽ കേരള പ്രളയബാധിതരുടെ ദുരിതാശ്വാസത്തിനും പുനരധിവാസത്തിനുമായി 9.5 കോടി രൂപ സംഭാവന ചെയ്തു. പേർഷ്യൻ ഗൾഫ് മേഖലയിലെ പ്രവാസി ഇന്ത്യക്കാരുടെ സാമൂഹിക, സാമ്പത്തിക, മതപരമായ ക്ഷേമം ഉറപ്പുവരുത്തുന്നതിലും അദ്ദേഹം സജീവ പങ്കാളിയാണ്. പള്ളികൾ പണിയുന്നതിനായി ഈ പ്രദേശത്തെ ക്രിസ്ത്യൻ സമൂഹത്തിന് ഭൂമി കണ്ടെത്തുന്നതിനും ഗൾഫ് മേഖലയിലെ ഹിന്ദു ജനതയ്ക്ക് ശ്മശാന സ്ഥലങ്ങൾ സുരക്ഷിതമാക്കുന്നതിനും അദ്ദേഹം പ്രധാന പങ്ക് വഹിച്ചു. പേർഷ്യൻ ഗൾഫിലെ പൊതുമാപ്പ് കാലയളവിൽ നൂറുകണക്കിന് ഇന്ത്യക്കാരുടെ ഉപജീവനമാർഗം നഷ്ടപ്പെട്ടവർക്ക് എം.എ. യൂസഫ് അലി ഇന്ത്യക്കാർക്ക് സഹായം നൽകി. കാലിക്കറ്റ് മാർക്കറ്റ് തീപിടുത്തത്തിൽ ഉപജീവനമാർഗം നഷ്ടപ്പെട്ട ആളുകളെ പുനരധിവസിപ്പിക്കാൻ അദ്ദേഹം സഹായിച്ചു. 2013 കണക്കനുസരിച്ച് അദ്ദേഹം കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ 9.37% പങ്കുവഹിച്ചു.
2013 93-കാരനായ തൃശൂർ ആസ്ഥാനമായുള്ള കാത്തലിക് സിറിയൻ ബാങ്കിൽ 4.99% ഓഹരി യൂസഫലി സ്വന്തമാക്കി. ആലുവ ആസ്ഥാനമായുള്ള ഫെഡറൽ ബാങ്കിലെ ഓഹരി 4.47% ഉയർത്തി. 2016 യൂസഫലി ലണ്ടനിലെ സ്കോട്ട്ലാൻഡ് യാർഡ് കെട്ടിടം വാങ്ങി. UK ആസ്ഥാനമായുള്ള വ്യാപാര സ്ഥാപനമായ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ 10% ഓഹരിയും അതിൻ്റെ ഫുഡ് സബ്സിഡിയറിയുടെ 40% ഓഹരിയും മൊത്തം $85 ദശലക്ഷം അദ്ദേഹം വാങ്ങിയിട്ടുണ്ട്. ബോൾഗട്ടി ദ്വീപിലെ ലുലു ബോൾഗട്ടി ഇൻ്റർനാഷണൽ കൺവെൻഷൻ സെൻ്ററിലെ ലുലു പദ്ധതി ദക്ഷിണയിലെ ഏറ്റവും വലിയ കൺവെൻഷൻ സെൻ്ററുകളിൽ ഒന്നാണ്. അതേ ക്യാമ്പസിലെ മൂന്നാമത്തെ വലിയ ഹോട്ടലാണ് ഗ്രാൻഡ് ഹയാത്ത് ബ്രാൻഡ്. അദ്ദേഹത്തിന് നിരവധി അംഗീകാരവും അവാർഡുകളും ലഭിച്ചിട്ടുണ്ട്. 2004 യൂണിവേഴ്സൽ സിറിയക്ക് ഓർത്തഡോക്സ് ചർച്ചിലെ പാത്രിയർക്കീസ് ഹിസ് ഹോളിനസ് ഇഗ്നേഷ്യസ് സക്ക എ ഇവാസ് എഴുതിയ ദി കമാൻഡർ എന്ന തലക്കെട്ടും സെൻറ്റ് എഫ്രീം മെഡലും 2012 ഫോബ്സ് ME നൽകിയ MENA മേഖലയിലെ ഏറ്റവും സ്വാധീനമുള്ള ഏഷ്യൻ ബിസിനസ് ലീഡർ അവാർഡ്. വ്യാവസായിക മേഖലയിലെ സംഭാവനകളെ മാനിച്ച് ആമിക്കോസിലെ മാർ ഇവോനിയോസ് കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥി സംഘടന സ്ഥാപിച്ച ആർച്ച് ബിഷപ്പ് മാർ ഗ്രിഗോറിയോസ് അവാർഡിന് ഇദ്ദേഹം അർഹനായി. റാസൽ മേഖലയിൽ നടന്ന ആഗോള അറബ് ബിസിനസ് മീറ്റിംഗിൻ്റെ 3ാം പതിപ്പിനിടെ അറബ് ബിസിനസ് ലീഡർ ഓഫ് ദി ഇയർ 2012 അറേബ്യൻ ബിസിനസ് മാഗസിൻ 2011 ഇന്ത്യൻ റിച്ച് ലിസ്റ്റിൽ പട്ടികപ്പെടുത്തിയിട്ടുണ്ട്. 2012 ഫെബ്രുവരിയിൽ നടന്ന ഉദ്ഘാടന ഇന്ത്യൻ CEO അവാർഡിലെ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡ്, 2008 ഇന്ത്യൻ പ്രസിഡന്റ് പ്രതിഭ പാട്ടീൽ പത്മശ്രീ എന്ന പദവി നൽകി. കേരള സ്റ്റേറ്റ് ഫോറം ഓഫ് ബാങ്കേഴ്സ് ക്ലബ്ബുകൾ സ്ഥാപിച്ച ബിസിനസ് മാൻ ഓഫ് ദി ഇയർ 2009 2010 അവാർഡും, ഫോബ്സ് MENA മേഖലയിലെ ഏറ്റവും സ്വാധീനമുള്ള ഏഷ്യൻ ബിസിനസ് ലീഡർ അവാർഡ് 2012 സ്വിസ് UAE ബന്ധം പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള സമഗ്ര പരിശ്രമങ്ങൾക്ക് സ്വിസ് അംബാസിഡർ അവാർഡും 2012 ലഭിച്ചു. 2005 പ്രവാസി ഭാരതീയ സെമൻ പ്രവാസി ഇന്ത്യക്കാർക്ക് നൽകുന്ന ഏറ്റവും ഉയർന്ന ഇന്ത്യൻ സർക്കാർ അവാർഡും 27ാമത്തെ ഏറ്റവും സമ്പന്നനായ ഇന്ത്യൻ മിഡിൽസെക്സ് സർവകലാശാലയിൽ നിന്ന് ഓണററി ഡയറക്ടറേറ്റും ഇദ്ദേഹത്തിന് ലഭിച്ചു.